ഇന്ന് കയ്യിൽ തുപ്പാക്കി വെച്ചിരിക്കുന്നവരെക്കാൾ തുപ്പാക്കി ടിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുന്നവരാണ് വലിയ ആൾ എന്ന 12 വർഷങ്ങൾക്ക് മുൻപുള്ള ട്വീറ്റിൽ നിന്ന് ഇന്ന് ദളപതി വിജയ് ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തി നിൽക്കുന്ന ശിവകാർത്തികേയൻ. സാക്ഷാൽ വിജയ് തന്നെ ഗോട്ടിന്റെ അവസാനം ബാറ്റൺ ശിവകാർത്തികേയന് കൈമാറുമ്പോൾ അടുത്ത ഇളയ ദളപതി എന്നും വിജയ് എന്നും പ്രേക്ഷകരും മീഡിയയും വാഴ്ത്തുന്ന അടുത്ത ഘട്ടത്തിലേക്കുള്ള ശിവകാർത്തികേയന്റെ യാത്ര ആരംഭിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അസൂയപ്പെടുത്തുന്നതാണ് ശിവകാർത്തികേയൻ എന്ന താരത്തിന്റെ വളർച്ച. സൂപ്പർ സ്റ്റാറും ദളപതിയും തലയുമെല്ലാം വർഷങ്ങളായി തമിഴ് സിനിമയുടെ മുഖമുദ്രയായി കൊടികുത്തി വാഴുന്നിടത്ത് ഒരു സിനിമാ പാരമ്പര്യമില്ലാതെ ടെലിവിഷനിലൂടെ വന്നൊരു സാധാ ചെറുപ്പക്കാരൻ ഇന്ന് അടുത്ത സൂപ്പർ താരമായി അവരോധിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ശിവകാർത്തികേയൻ തമിഴ് സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരമായത്, വിജയുടെ പിന്മുറക്കാരനായത്? ചിരിപ്പിച്ചാണ് ശിവകാർത്തികേയൻ തമിഴ് മക്കളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. തമാശയെ അതിഗംഭീരമായി കൃത്യമായ ടൈമിങ്ങോടെ അവതരിപ്പിച്ച് കാഴ്ചക്കാരെ ചിരിപ്പിക്കാൻ ശിവകാർത്തികേയന് ഒരു പ്രത്യേക കഴിവുണ്ട്. കലക്കപ്പോവുതിയാറ് എന്ന സ്റ്റാർ വിജയ് ചാനലിലെ പ്രശസ്തമായ സ്റ്റാൻഡപ്പ് കോമഡി പരിപാടിയിലെ കണ്ടസ്റ്റൻ്റായിട്ടാണ് ശിവകാർത്തികേയൻ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. മിമിക്രിയായിരുന്നു ശിവകാർത്തികേയൻ്റെ മറ്റൊരായുധം. ഭാരതിരാജയെയും രഘുവരനെയും പ്രകാശ് രാജും തുടങ്ങി തമിഴിലെ സീനിയർ ജൂനിയർ താരങ്ങളുടെ ശബ്ദത്തെ ശിവകാർത്തികേയൻ അനുകരിച്ച് ചിരിപ്പിക്കാറുണ്ട്. കലക്കപ്പോതിയാറിന് ശേഷം സൂപ്പർ സിംഗർ ജൂനിയർ, ജോഡി നമ്പർ 1 എന്ന പരിപാടിയിലൂടെ ശിവകാർത്തികേയൻ ഹോസ്റ്റിന്റെ രൂപത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തി. തുടർന്ന് സ്റ്റാർ വിജയുടെ സ്ഥിരം മുഖമായി ശിവകാർത്തികേയൻ മാറി. റിയാലിറ്റി ഷോകളിലും അവാർഡ് ഷോകളിലും സ്ഥിരം സാന്നിധ്യമായി ശിവകാർത്തികേയൻ മാറി. ഇത് TV പ്രേക്ഷകർക്കിടയിൽ ശിവകാർത്തികേയന് ഒരു വലിയ സ്ഥാനമുണ്ടാക്കി കൊടുത്തു. ഇതിനിടയിൽ ആറ്റ്ലി ഒരുക്കിയ മുഖപുത്തകം ഉൾപ്പെടെയുള്ള നിരവധി ഷോർട്ട് ഫിലിമുകളിലും ശിവകാർത്തികേയൻ വേഷമിട്ടു. ബിഗ് സ്ക്രീനിലേക്കുള്ള ശിവയുടെ ആദ്യ പടിയായിരുന്നു പാണ്ഡിരാജ് സംവിധാനം ചെയ്ത മറീന. ചെറിയ ബഡ്ജറ്റിലെത്തിയ ചിത്രം തിയേറ്ററിൽ വിജയമായി. ധനുഷുമായി ഒന്നിച്ച 3യിലെ കൂട്ടുകാരൻ വേഷം ചെറുതെങ്കിലും ചിരിപ്പിച്ച് കൈയടി നേടിയ കഥാപാത്രമായി. ശിവയുടെ നായക നിരയിലേക്കുള്ള സ്ഥാനമുറപ്പിക്കലായിരുന്നു എതിർനീച്ചൽ എന്ന സ്പോർട്സ് കോമഡി ചിത്രം. ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും ഇൻസെക്യൂരിറ്റീസ് എല്ലാം ശിവകാർത്തികേയൻ തന്നിലൂടെ അവതരിപ്പിച്ചു. ധനുഷ് നിർമ്മിച്ച ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി. തുടർന്നെത്തിയ പൊണ്ട്രമിന്റെ വരുത്തപ്പെടാതെ വാലിബർ സംഘം ശിവകാർത്തികേയനെ പ്രേക്ഷകർക്കിടയിൽ നിന്നും വേർപെടുത്താൻ പറ്റാത്ത വിധം അടിപ്പിച്ചു. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ സെറ്റ് ചെയ്ത അവിടുത്തെ മനുഷ്യരുടെ തമാശകളും ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും സ്ക്രീനിലെത്തിച്ച സിനിമ 100 ദിവസം തകർത്തോടി. 2014 വിജയ് അവാർഡ്സിൽ ദളപതി വിജയുടെ കയ്യിൽ നിന്ന് ആ വർഷത്തെ മികച്ച എന്റർടൈനർക്കുള്ള അവാർഡ് ശിവകാർത്തികേയൻ നേടിയപ്പോൾ അത് തമിഴ് സിനിമയിൽ പുതിയ താരോദയത്തിന്റെ തുടക്കമായിരുന്നു. കുട്ടികൾക്കെല്ലാം ശിവയെ വളരെ ഇഷ്ടമാണ്. ആ പ്രേക്ഷകരെ ശിവ കയ്യിലെടുത്തിട്ടുണ്ടെന്ന് അവാർഡ് നൽകിക്കൊണ്ട് വിജയ് പറഞ്ഞതുപോലെ കുട്ടികളും സ്ത്രീകളുമായിരുന്നു ശിവകാർത്തികേയന്റെ ആരാധകരിൽ ഏറെ. തുടക്കകാലത്ത് കോമഡി സിനിമകളിലൂടെ സാധാരണക്കാരന് റിലേറ്റ് ചെയ്യാനാകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ശിവകാർത്തികേയൻ ബിൽഡ് ചെയ്തെടുത്തിരുന്നു. TV-യിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ശിവകാർത്തികേയന് അധികം മിനക്കെടേണ്ടി വന്നില്ല. തൻ്റെ സിനിമകളിൽ ദ്വയാർത്ഥ കോമഡികളോ ഗ്ലാമർ സീനുകളോ പുകവലിയോ മദ്യപാനമോ ഉണ്ടാകില്ലെന്ന് ശിവകാർത്തികേയൻ വ്യക്തമാക്കിയതും തൻ്റെ ഈ ആരാധകരെ മുന്നിൽ കണ്ടാണ്. സൂരി ശിവകാർത്തികേയൻ കോംബോയിലെ കോമഡി സീനുകളെല്ലാം തമിഴ് പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകാര്യതയാണുള്ളത്. വിജയ് സിനിമകളിലേതുപോലെ ശിവകാർത്തികേയൻ സിനിമകളിലെ ഗാനങ്ങൾക്കും ഒരു ഫാൻ ബേസ് ഉണ്ട്. എല്ലാ സിനിമകളിലും ഹിറ്റ് ആൽബങ്ങൾ. അതിൽ പ്രധാന പങ്ക് അനിരുദ്ധിനുണ്ട്. അനിരുദ്ധ് ശിവകാർത്തികേയൻ കോംബോയിൽ പിറന്ന ഗാനങ്ങളൊക്കെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചവയാണ്. 90കളിൽ റൊമാൻറ്റിക് സിനിമകളിലൂടെ യുവ പ്രേക്ഷകരെ വിജയ് കയ്യിലെടുത്ത് പിന്നീട് തിരുമലയിലൂടെ ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് ചുവടുമാറിയതുപോലെ ആദ്യകാലത്തെ കോമഡി സിനിമകളിൽ നിന്ന് പതിയെ ബിഗ് സ്കെയിൽ എന്റർടൈനർ ചിത്രങ്ങളിലേക്ക് ശിവ തന്നെ മാറ്റി പ്ലേസ് ചെയ്യിപ്പിച്ചു. അതിന്റെ ആദ്യപടിയായിരുന്നു റെമോയും രജനി മുരുകനും. പൊങ്കൽ ചിത്രമായി എത്തിയ രജനി മുരുകൻ ആദ്യ ദിനം 4.5 കോടിയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് നേടിയത്. കൂടെ ഇറങ്ങിയ ചിത്രങ്ങളെ മറികടന്ന് 50 കോടി നേടിയ ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി. അങ്ങനെ ആ ചിത്രം ശിവകാർത്തികേയന്റെ കരിയറിലെ ആദ്യ വലിയ പടിയായി. ശിവകാർത്തികേയൻ സ്ത്രീ വേഷത്തിലെത്തി ചിരിപ്പിച്ച റെമോയാകട്ടെ 8 കോടിയാണ് ആദ്യ ദിനം നേടിയത്. അതായത് രജനി മുരുകന്റെ ഇരട്ടി കളക്ഷൻ. റെമോ ആയിരുന്നു ശിവകാർത്തികേയന്റെ ടോപ്പ് ലീഗിലേക്കുള്ള ആദ്യ വലിയ പടി. 75 കോടിയാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ. കബാലി, തെറി, 24, ഇരുമുഖം എന്നീ സിനിമകൾക്ക് ശേഷം ആ വർഷത്തെ ഉയർന്ന കളക്ഷനായിരുന്നു റെമോയുടേത്. തമിഴ്നാട്ടിലെ ടയർ 2 താരങ്ങളിലെ ഏറ്റവും ഉയർന്ന കളക്ഷനും അങ്ങനെ ശിവകാർത്തികേയന്റെ പേരിലായി. അതിനുശേഷം കൃത്യമായ ഓപ്പണിംഗ് കളക്ഷൻ നേടാൻ ശിവകാർത്തികേയൻ സിനിമകൾക്ക് സാധിച്ചു. രജനീകാന്ത്, വിജയ് ചിത്രങ്ങൾക്ക് ശേഷം തമിഴിലെ ഉയർന്ന ഓപ്പണിംഗ് ഡേ കളക്ഷനുകൾ അങ്ങനെ ശിവകാർത്തികേയന്റെ പേരിലായി. പതിയെ ശിവകാർത്തികേയൻ എന്ന താരം ബോക്സ് ഓഫീസിന്റെ പ്രിയപ്പെട്ട നടനായി.
പരാജയ ചിത്രമായ സീമാരാജ പോലും ആദ്യ ദിനം തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് 13.5 കോടിയാണ്. അതും ആ വർഷം ഇറങ്ങിയ സൂര്യ ചിത്രമായ താനാ സേർന്ന കൂട്ടത്തിന് പിന്നിലാക്കി. അടുപ്പിച്ചുള്ള പരാജയങ്ങളും മോശം സിനിമകളും അഭിനയം ആവർത്തനമാകുന്നു എന്ന പരാതിയും ശിവകാർത്തികേയൻ സിനിമകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമ്പോഴും ഡോക്ടർ ഡോൺ പോലുള്ള 100 കോടി ചിത്രങ്ങളുമായി അയാൾ തിരിച്ചു വന്നിട്ടുണ്ട്. സ്ഥിരം ശിവകാർത്തികേയൻ എലമെന്റുകളെ മാറ്റി നിർത്തിയായിരുന്നു ഡോക്ടർ ഒരുങ്ങിയത്. 25 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തിയ ചിത്രം അങ്ങനെ ശിവകാർത്തികേയന്റെ ആദ്യ 100 കോടി പടമായി. അങ്ങ് US-ൽ ഡോക്ടർ കടത്തിവെട്ടിയത് സാക്ഷാൽ ദളപതി വിജയുടെ മാസ്റ്ററിനെയായിരുന്നു. തൊട്ടടുത്തിറങ്ങിയ ക്യാമ്പസ് ചിത്രം ഡോൺ 13 കോടി ആദ്യ ദിനം നേടി സീമാരാജയ്ക്ക് ശേഷമുള്ള ശിവകാർത്തികേയന്റെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ ചിത്രമായി. രണ്ടാമത്തെ ആഴ്ചയിൽ ഡോൺ 100 കോടി കടന്നു. പ്രിൻസ് ഐലൻഡ് എന്നീ സിനിമകൾ വേണ്ടത്ര വിജയമായില്ലെങ്കിലും അതിനൊപ്പം ഇറങ്ങിയ മാവീരൻ ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായി. 100 കോടി ക്ലബിൽ എത്താനായില്ലെങ്കിലും 89 കോടി നേടാൻ സിനിമയ്ക്ക് സാധിച്ചു. വിജയ ചിത്രങ്ങൾ തമിഴ് ബോക്സ് ഓഫീസിനെ കൈപിടിച്ച് ഉയർത്തും പോലെ ശിവകാർത്തികേയൻ സിനിമകളും ഇന്ന് പ്രതീക്ഷകളാണ്. അമരൻ AR മുരുകദോസ് ചിത്രം അടുത്തതായി എത്താനിരിക്കുമ്പോൾ അത് ശിവകാർത്തികേയനിലെ താരത്തിനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പ്. പുരട്சி തലൈവർ, സൂപ്പർ സ്റ്റാർ, തല, ദളപതിക്ക് ശേഷം ശിവകാർത്തികേയനും ഒരു ടൈറ്റിലിനായുള്ള സമയമായിരിക്കുന്നു.